പറഞ്ഞിരുന്ന ഒരു കാര്യം പരിണാമ സിദ്ധാന്തം ഒരു ഹൈപ്പോത്തസിസ് മാത്രമാണ് എന്നുള്ളതിൽ നിന്ന് വളരെ മുന്നോട്ട് പോയി. ഇന്നൊരു ചർച്ച പോലും അത്തരത്തിൽ പരിണാമം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ചർച്ച തന്നെ അപ്രസക്തമാകുന്ന രീതിയിലുള്ള തെളിവുകൾ ഇന്ന് ലഭ്യമാണ്. പരമ്പരാഗതമായിട്ട് ഫോസിൽ തെളിവുകൾ വെച്ചാണ് പരിണാമത്തെപ്പറ്റി ഇത് നാച്ചുറൽ സെലക്ഷനും പരിണാമവും നടന്ന കാര്യം പറയുന്നത്. ഉദാഹരണത്തിന് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ പല കാലഘട്ടങ്ങളിലുള്ള പാറകളിൽ ഉള്ള ഫോസിലുകൾ, ഈ പല കാലഘട്ടങ്ങളിലുള്ള പാറകളിലുള്ള ഫോസിലുകൾ ഒരു സയൻറ്റിഫിക് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാൾ പോപ്പറുടെ ഫോൾസിഫിക്കേഷൻ തിയറി, നിരന്തരമായി ഫോൾസിഫൈ ചെയ്യാനുള്ള സാധ്യതകളാണ് ഫോസിലുകൾ നൽകുന്നത്. ഉദാഹരണത്തിന് ഒരു 60 കോടി വർഷം മുമ്പുള്ള പാറകളിൽ മനുഷ്യൻ്റെ തലയോട് കിട്ടുകയാണെങ്കിൽ ഉടനെ ഈ സിദ്ധാന്തം മുഴുവൻ തെറ്റാണെന്ന് പറയാൻ കഴിയും. അങ്ങനെ ഒരിക്കൽ പോലും മേജറായിട്ടുള്ള റിവിഷൻസ് വരുന്നില്ല എന്നുള്ളത് ഈ സിദ്ധാന്തത്തിൻ്റെ ശക്തി വിളിച്ചറിയിക്കുന്നു. മറ്റൊന്ന്, പരിണാമം, പ്രത്യേകിച്ചും നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള പരിണാമം പലപ്പോഴും ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ഈ പ്രകൃതി നിർദ്ധാരണത്തിന് പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാം, വിട്ടുവീഴ്ചകൾ ചെയ്യും. ഒരു കാര്യത്തിന് വേണ്ടി പരിണാമം നടക്കുമ്പോൾ വേറെ ചില സ്ഥലത്ത് വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് വരും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമുക്കെല്ലാം ഉള്ള റിക്കറൽ ലാരിഞ്ചൽ നെർവ് എന്ന് പറഞ്ഞ ഒരു നെർവുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് തന്നെ ഈ റിക്കറൽ ലാരിഞ്ചൽ നെർവിൻ്റെ സ്റ്റിമുലേഷൻ കൊണ്ടാണ്. അത് തലച്ചോറിൽ നിന്ന് തൊണ്ടയിലേക്ക് വരുന്ന ഈ നെർവ് വളരെ മുമ്പ്, സസ്തനികളുടെ പരിണാമത്തിന് മുമ്പ് നേരെ തലച്ചോറിൽ നിന്ന് ഈ 6ാമത്തെ പൗച്ചിലേക്ക് പോയിരുന്ന സാധനം സസ്തനികളുടെ ഡെവലപ്മെൻറ്റിൽ അത് താഴോട്ട് വരികയും അയോട്ടയുടെ ആർച്ചിൻ്റെ ചുറ്റി വരേണ്ടതായ ഒരു ഗതികേട് നെർവിന് വരികയും, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇടതുവശത്തുള്ള ജിറാഫിൻ്റെ റിക്കറൽ ലാരിഞ്ചൽ നെർവ് നോക്കി 5-6 അടി താഴെ പോയി വീണ്ടും മുകളിലേക്ക് പോവാണ്. ഡിസൈൻ ചെയ്തതാണെങ്കിൽ ഒരിക്കലും ആരും ഇത് ഡിസൈൻ ചെയ്യില്ല. ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നേരെ ഒറ്റ അടി മാത്രമുള്ള ഒരു ഡിസ്റ്റൻസ് ഇത്രയും അധികം വളഞ്ഞു വരുന്നു. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. മറ്റൊന്ന്, നമുക്ക് ആവശ്യമില്ലാതെ വരുന്ന പലതരം അവയവങ്ങൾ. ചില വളരെ ഇരുണ്ട കേവുകളിലുള്ള കേവ് ഫിഷ്, അതിന് കാഴ്ച തന്നെ ഇല്ല, തീരെ കാഴ്ചയില്ല, അത് ബ്ലൈൻഡ് കേവ് ഫിഷ്. എന്തുകൊണ്ടത് ബ്ലൈൻഡ് ആവുന്നു? കാരണം പ്രകൃതി നിർദ്ധാരണം അതിനെ ശ്രദ്ധിക്കുന്നില്ല. കാരണം കണ്ണിൻ്റെ ആവശ്യം വരുന്നില്ല ആ ജീവിക്ക്. അതുകൊണ്ട് അതിൽ മ്യൂട്ടേഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് പ്രകൃതി നിർദ്ധാരണം സാധാരണ അങ്ങനെയുള്ള മ്യൂട്ടേഷൻസ് എല്ലാം കളയുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പോവുകയും ഇങ്ങനെയുള്ള മ്യൂട്ടേഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് ശരിക്കും അവിടെ ഒരു ചെറിയൊരു കണ്ണുണ്ട്, പക്ഷെ കാഴ്ചയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ അപ്പൻഡിക്സ്. ആ കാണുന്നത് മുറിച്ച് കളഞ്ഞ ഒരു അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് വന്ന് മുറിച്ച് കളഞ്ഞ അപ്പൻഡിക്സ് ആണ്. പണ്ട് പുല്ല് തിന്നിരുന്ന ജീവികളിലും മറ്റും പുല്ലിനെ ഇതിനെ ഒന്നിച്ച് ബാക്ടീരിയകളുടെ ആക്ഷൻ വഴി മാറ്റാൻ വേണ്ടിയുള്ള വലിയൊരു അറ, ആ ജീവിത രീതി മാറിയതോടെ അനാവശ്യമായി വരികയും അത് ക്രമേണ ഇല്ലാതായി നമ്മുടെ അപ്പൻഡിക്സ് പോലെയുള്ള ഒരു അവയവമായി മാറുകയും ചെയ്തു. ഇത് മറ്റൊരു ഉദാഹരണം. മോളിക്കുലർ ബയോളജി, ഇന്നത്തെ കാലഘട്ടത്തിൽ മോളിക്കുലർ ബയോളജി അതിശക്തമായിട്ടുള്ള തെളിവുകളാണ് പരിണാമ സിദ്ധാന്തത്തെപ്പറ്റി നൽകുന്നത്. ഒരു സ്കൂൾ കുട്ടിയോട് ഇത് വർഗീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പലപ്പോഴും എങ്ങനെയാണ് വരിക? ഇങ്ങനെയുള്ളൊരു വർഗീകരണം, പറക്കുന്ന കടവാതിലും പക്ഷിയും ഡോൾഫിനും സ്രാവും ഒന്നിച്ചും മനുഷ്യൻ വേറെയും എന്നുള്ള വർഗീകരണമാണ് വരുന്നത്. നമ്മൾ മറ്റേ പരിണാമ സിദ്ധാന്തം പക്ഷെ അങ്ങനെയല്ല പറയുന്നത്, അല്ലേ? സസ്തനികൾ വേറെ, പക്ഷികൾ വേറെ, മത്സ്യങ്ങൾ വേറെ. ഇത് സൈറ്റോക്രോം സി എന്ന് പറഞ്ഞ എല്ലാ ജീവികളിലുമുള്ള ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ അമിനോ ആസിഡ് സീക്വൻസ് നോക്കിയിട്ട് ഈ അമിനോ ആസിഡ് സീക്വൻസിൽ എത്ര കണ്ട് വ്യത്യാസമുണ്ടോ ഓരോ ജീവികളിൽ നിന്ന് നോക്കാം.
വളരെ എളുപ്പം നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്ന ഉത്തരം എന്താണ്? വളരെ കൃത്യമായി സസ്തനികളെല്ലാം ഒന്നിച്ചു വരുന്നു. വളരെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ഈ 3 ജീവികളും തമ്മിൽ. ഡോൾഫിനും കടവാതിനും മനുഷ്യനും. മറ്റത് രണ്ടും പക്ഷിയും ഇതും വേറെ. വളരെ കൃത്യമായിട്ട് തന്നെ. എൻഡോജിനസ് റിട്രോ വൈറസ് എന്ന് പറയുന്നത്, റിട്രോ വൈറസുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം എയ്ഡ്സിനെ പറ്റി കേട്ടിട്ടുണ്ട്. HIV ഒരു റിട്രോ വൈറസാണ്, RNA വൈറസാണ്. RNAയുടെ DNA കോപ്പി ഉണ്ടാക്കി നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ കോശങ്ങളിലുള്ള DNAയുടെ ഭാഗമായി തീരുന്നത്. ചില എൻഡോജനസ് റിട്രോ വൈറസ് എന്ന് പറഞ്ഞാൽ നിരന്തരമായി ജീവികളിൽ ഈ റിട്രോ വൈറസുകൾ പലപ്പോഴായി ആക്രമിക്കുന്നുണ്ട്. എല്ലാ ജീവിയിലും ഒരുപാട് റിട്രോ വൈറസുകൾ പിന്നീട് നമ്മുടെ ജനിതകത്തിൻ്റെ ഒരു ഭാഗമായി മാറും, ജിനോമിൻ്റെ ഭാഗമായി മാറും. മനുഷ്യനിൽ 30-40% നമ്മുടെ DNA നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റിട്രോ വൈറസുകളാണ്. അങ്ങനെയുള്ള റിട്രോ വൈറസുകൾ മനുഷ്യനിലും ചിമ്പാൻസിയിലും, ചില റിട്രോ വൈറസുകൾ മനുഷ്യനിലും ചിമ്പാൻസിയിലും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിലുമില്ല. എന്ന് മാത്രമല്ല അത് എക്സാക്റ്റ് ആയിട്ട് ഒരേ സ്പോട്ടിലാണ് ഇത് രണ്ടും വന്നിരിക്കുന്നത്. മറ്റു ചിലത് ഗൊറില്ലയിലും മനുഷ്യനിലും ചിമ്പാൻസിയിലും ഉണ്ട്, പക്ഷെ മറ്റു ജീവികളിലൊന്നുമില്ല. വേറെ ചിലത് മറ്റുള്ള കുരങ്ങന്മാരിലും ഗൊറില്ലയിലും ചിമ്പാൻസിയിലും എല്ലാം മനുഷ്യരിലും എല്ലാം. അപ്പം ഓരോ കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള റിട്രോ വൈറസ് ഇൻഫെക്ഷൻസ് അത് കൃത്യമായി പരിണാമത്തെ പഠിക്കാനും ഇന്ന് വളരെ കൃത്യമായി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആകെ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ഒരു പൂർവികനിൽ, മനുഷ്യൻ്റെയും ചിമ്പാൻസിയുടെയും പൂർവികനിൽ വന്ന റിട്രോ വൈറസ് ബാധ കൃത്യമായി മനുഷ്യനിലും ചിമ്പാൻസിയിലും ഒരേ സ്പോട്ടിൽ കാണപ്പെടുന്നു. മനുഷ്യൻ്റെയും ചിമ്പാൻസിയുടെയും ഗൊറില്ലയുടെയും പൂർവികനായ ഒരു ജീവിയിൽ വന്നിട്ടുള്ള റിട്രോ വൈറസ് കൃത്യമായി ഗൊറില്ലയിലും മനുഷ്യനിലും ചിമ്പാൻസിയിലും അതേ സ്പോട്ടിൽ കാണപ്പെടുന്നു. വേറെ ഒരു രീതിയിലും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഇത് ഞാൻ പല സ്ഥലത്തായി കാണിച്ചാണ്. ഇത് മുമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, പക്ഷെ ഒരു കാര്യം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ക്രോമസോമുകളാകെ നമ്മളല്ലാതെയുള്ള, മനുഷ്യനല്ലാതെ മറ്റു 5 ആൾക്കുരങ്ങുകളിൽ മറ്റു 4 ആൾക്കുരങ്ങുകളിലും 24 ജോഡി ക്രോമസോമുകളാണുള്ളതെങ്കിൽ മനുഷ്യനിൽ 23 ജോഡി മാത്രമേ ഉള്ളൂ. ഈ എല്ലാ ക്രോമസോമുകളും അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, നമുക്കൊരു വലിയ ക്രോമസോമുണ്ട്, അതിന് പകരം 2 ചെറിയ ക്രോമസോമുകൾ ഇവിടെ ഈ കാണുന്ന ഇവിടെ, ആ 2 ചെറിയ ക്രോമസോം കൂടിച്ചേർന്നാണ് മനുഷ്യന്റെ വലിയ ക്രോമസോം ആയതെന്ന് സ്വാഭാവികമായും എത്തിച്ചേരുന്ന ഹൈപ്പോത്തസിസ്. നമ്മൾ ക്രോമസോം ബാൻഡിങ് എന്ന് പറഞ്ഞ ഒരു ടെക്നീക്ക് വഴി ക്രോമസോമുകളെ ബാൻഡ് ചെയ്യാതെ ഡാർക്ക് ആൻഡ് വൈറ്റ് ബാൻഡ്സ് ആയിട്ട്, നമ്മുടെ ബാർ കോഡിങ് മാതിരി കൃത്യമായി ഓരോ ക്രോമസോം അത് കണ്ടാൽ അറിയാം ഇത് ക്രോമസോം 2 കാരണം ആ ബാർ കോഡിങ് പോലുള്ള ബാൻഡാണ്. ഈ മനുഷ്യന്റെ 2ാം ക്രോമസോമും മറ്റേ 2 കൂടിച്ചേർന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ചിമ്പാൻസിയുടെ ഗൊറില്ലയുടെ ക്രോമസോമുകൾ ഒന്നിച്ചു വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതേ ബാൻഡിങ് പാറ്റേൺ ആണുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കൂടിച്ചേർന്നതാവാനാണ് സാധ്യത. മാത്രമല്ല എല്ലാ ക്രോമസോമുകളുടെ അറ്റത്ത് ടീലോമിയർ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകമായിട്ടുള്ള സീക്വൻസ് ഉണ്ട്. 2 ക്രോമസോമുകൾ കൂടിച്ചേർന്നതാണെങ്കിൽ ഈ ടീലോമിയർ 2ഉം ഈ കൂടിച്ചേർന്ന വലിയ 2ാം ക്രോമസോമിന്റെ നടുക്ക് ടീലോമിയർ ഉണ്ടാവണം. ആ ഹൈപ്പോത്തസിസും ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. മോളിക്കുലർ ബയോളജി വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഹ്യൂമൻ ക്രോമസോമിന്റെ നടുക്ക് ഈ ടീലോമിയേഴ്സ് കാണാം. എന്നിട്ടും തൃപ്തി വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇതെല്ലാം പറഞ്ഞാലും എന്തെങ്കിലും കാരണം വെച്ച് വല്ലതും തൃപ്തി വരുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഈ 2 ടീലോമിയർ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഒരു ടീലോമിയർ ഇടത്തുനിന്ന് വലത്തോട്ടും മറ്റത് വലത്തുനിന്ന് ഇടത്തോട്ടും ആയിരിക്കും. അപ്പോൾ ഈ സീക്വൻസ് കൂടിച്ചേരുന്ന സ്ഥലത്തുള്ള സീക്വൻസ് ഇടത്തുനിന്ന് വലത്തോട്ടും, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ആ സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഫ്യൂഷൻ പോയിന്റ് വരെ കാണാം. ഒന്ന് ഈ ഡയറക്ഷനിലും മറ്റത് ആ ഡയറക്ഷനിലും കൃത്യമായി നിൽക്കുന്നു. ഇതിനപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്? അതുകൊണ്ട് പരിണാമം എന്ന് പറഞ്ഞാൽ സംഭവിച്ച കാര്യമാണ്. അതിനെപ്പറ്റി തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. പരിണാമത്തെ പറ്റിയുള്ള പഴയ ചാർട്ടുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വൃക്ഷം പോലെ ഉണ്ടാകും. അതിൻ്റെ ഏറ്റവും മുകളിൽ മനുഷ്യൻ. അതിനെപ്പറ്റി മാർക്ക് ട്വെയിൻ പറഞ്ഞത്, ഈഫിൽ ടവറിൻ്റെ ഏറ്റവും മുകളിൽ ചെറിയൊരു സ്പെക്ക് ഓഫ് പെയിന്റ് ഉണ്ടെങ്കിൽ
ആ സ്പെക്ക് ഓഫ് പെയിന്റ് ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ ഈഫിൽ ടവർ ഉണ്ടാക്കിയത്. അതാണ് പലപ്പോഴും നമ്മൾ മനുഷ്യ കേന്ദ്രീകൃതമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടിയാണ് ഈ പരിണാമം മുഴുവൻ നടന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പല തരത്തിലുള്ള ബ്രാഞ്ചുകളുടെ ഒരു ബ്രാഞ്ചിൻ്റെ ഒരു അറ്റത്ത് മാത്രമുള്ള ഒരു ചെറിയ അംശം മാത്രമേ നമ്മൾ ഉള്ളൂ. ഇത് പറയുമ്പോൾ കാൾ വീസ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ 2012 അദ്ദേഹം മരിച്ച്. നമ്മൾ നൊബേൽ സമ്മാനം കിട്ടാതെ പോയ പല ആൾക്കാരെ പറ്റിയും പറയുന്നതിൽ ഒരുപക്ഷെ ബയോളജിയിൽ ഏറ്റവും അധികം പ്രാധാന്യത്തോടെ പറയേണ്ട ഒരാളാണ് കാൾ വൂസ്. കാൾ വൂസിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു കണ്ടുപിടുത്തമാണ് ഈ 3 ഡൊമൈൻസ് ഓഫ് ലൈഫ്. അതായത് പണ്ട് അതിനു മുമ്പ് വീസിന് മുമ്പ് എല്ലാവരും പറഞ്ഞിരുന്നത് പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്, ന്യൂക്ലിയസ് ഉള്ള ജീവികൾ യൂകാരിയോട്ടുകളും ന്യൂക്ലിയസ് ഇല്ലാത്തവ പ്രോകാരിയോട്ടുകളും. എന്നാൽ ഈ പ്രോകാരിയോട്ടിൽ തന്നെ 2 തരമുണ്ട്. ഒന്ന് ബാക്ടീരിയ, മറ്റത് ആർക്കി ബാക്ടീരിയ അല്ലെങ്കിൽ ആർക്കിയ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ 3 ഡൊമൈൻ ഓഫ് ലൈഫാണ് ആകെയുള്ളത്. ആ 3 ഡൊമൈനിലെ യൂകാരിയോട്ടിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമാണ് ആനിമൽസിൽ ഒരു ചെറിയ ഇത് മാത്രമാണ് മനുഷ്യൻ. ഇനി ഈ 3 ബ്രാഞ്ചിൻ്റെയും തുടക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും ഈ 3 ബ്രാഞ്ചും ഉത്ഭവിക്കുന്നത് ഒരു പോയിന്റിൽ നിന്നാണെങ്കിൽ ആ പോയിന്റ് 3 ബ്രാഞ്ചിനും ഇത് നൽകിയിട്ടുള്ള ആ പോയിന്റ് ആദ്യത്തെ ഒരു കോമൺ ആയിട്ടുള്ള ആൻസെസ്റ്റർ. ആ കോമൺ ആയിട്ടുള്ള ആൻസെസ്റ്റർ ഉണ്ടെങ്കിൽ എന്താണ്, ആരായിരുന്നു? ഇത് നോക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ 3നും കോമൺ ആയിട്ട് എന്തെല്ലാം ഉണ്ട്? 3നും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ, അതാണ് ലൂക്ക എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ. ആ ലൂക്കയുടെ എങ്ങനെയായിരുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ 3ലും കാണപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഒന്ന്, 20 അമിനോ ആസിഡുകൾ ആണ് നമ്മുടെ ശരീരത്തിലൊക്കെ ഉള്ളത്. മനുഷ്യനായാലും യൂകാരിയോട്ടായാലും പ്രോകാരിയോട്ടായാലും ആർക്കിയായാലും ബാക്ടീരിയ ആയാലും എല്ലാത്തിലും കാണുന്നത് 20 അമിനോ ആസിഡാണ്. മാത്രമല്ല ഈ 20 അമിനോ ആസിഡും അത് ലെഫ്റ്റ് ഹാൻഡഡ് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഉണ്ട്, കിറാലിറ്റി എന്ന് പറയും. അപ്പോൾ അതിൽ എല്ലാ അമിനോ ആസിഡും മാത്രമാണ് കാണുന്നത്. അപ്പൊ ലൂക്കയിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം എല്ലാ അമിനോ ആസിഡ്സ് 20 എല്ലാ അമിനോ ആസിഡാണ് ലൂക്കയിൽ ഉണ്ടായിരുന്നത്. DNA ഒരേ രീതിയിലുള്ള ന്യൂക്ലിയോടൈഡുകളാണ് DNA-യിലുള്ളത് എല്ലാത്തിലും. DNA-യിൽ നിന്ന് RNA ഉണ്ടാക്കുന്ന രീതി, ഈ പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന രീതി, ഒരേ രീതിയിലാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. അതും കഴിഞ്ഞ് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള mRNA എന്ന് പറയുന്ന, അപ്പോൾ DNA-യിൽ നിന്ന് ഒരു RNA കോപ്പി ഉണ്ടാവുന്നു, അതാണ് mRNA. ആ mRNA ആണ് പ്രോട്ടീനായിട്ട് മാറുന്നത്, റൈബോസോമുകളിൽ പ്രോട്ടീനായിട്ട് മാറുന്ന ആ രീതി. അതും വളരെ വളരെ സെയിമാണ്. ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ആ ചെറിയ വ്യത്യാസങ്ങളിലേക്ക് പോകുന്നില്ല, പക്ഷേ അതേ രീതിയിലാണ്. അപ്പോൾ ലൂക്കയിലും ഇത്തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള ഒരു സിന്തറ്റിക് മെഷീനറി അതിലും ഉണ്ടായിരുന്നു എന്നുള്ള കാണാം. പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള tRNA എന്ന് പറയുന്നത് ഓരോ 20 അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ ഓരോ അമിനോ ആസിഡിനും ഒന്നിലധികമോ tRNA ഉണ്ടാവും. അതായത് ആ അമിനോ ആസിഡിനെ പിടിച്ചു കൊണ്ടുപോയി ആ റൈബോസോമിൻ്റെ അവിടെ കൊണ്ടാക്കുന്നത്. അത് പിടിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അമിനോ ആസിഡും tRNAയും തമ്മിൽ മൂന്ന് ന്യൂക്ലിയോടൈഡിൻ്റെ അവിടെ വരുന്ന ബന്ധമാണ്. ആ tRNAകൾ, അതാണ് ജനറ്റിക് കോഡ് എന്ന് പറയുന്ന 3 അക്ഷര വാക്കുകൾ. ഈ കോഡ് ഇൻഫർമേഷൻ മുഴുവൻ ഉള്ളത് ന്യൂക്ലിക് ആസിഡുകളിലാണ്, RNA-യിലും DNA-യിലും. ഈ ഇൻഫർമേഷൻ ഉള്ള കോഡ് അല്ലെങ്കിൽ ജനറ്റിക് കോഡ് ഈ ആർക്കിയയിലും ബാക്ടീരിയയിലും എല്ലാം തന്നെ ഒരേ രീതിയിലുള്ള കോഡാണ് ഉള്ളതെന്ന്. അതും വളരെ ശക്തമായിട്ടുള്ള ഒരു അനുമാനമാണ്. ഈ പറയുന്ന ആദ്യ ജീവിയിൽ ഇതുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടല്ലാതെ എല്ലാത്തിലും സ്വതന്ത്രമായിട്ട് ഇതേ ജനറ്റിക് കോഡ് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോബബിലിറ്റി ഒരു 0.80000
ഇവിടുന്ന് ചാല വരെയൊക്കെ 0 ഇട്ടിട്ട് പിന്നെ ഒരു 1 ഇട്ടാൽ ഉള്ള ഏതാണ്ട് അത്ര വരുന്ന അതാണ് അതിൻ്റെ പ്രോബബിലിറ്റി. അത് അസംഭാവ്യമാണ്. പിന്നെ ഈ എല്ലാ ജീവികളിലും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ഓരോ കോശത്തിലും ഊർജ ഉൽപാദനത്തിൻ്റെ ആവശ്യമുണ്ട്. ഊർജമുണ്ടെങ്കിൽ മാത്രമേ ആ ഊർജം കൊണ്ട് മാത്രമേ കോശങ്ങൾക്ക് പ്രോട്ടീനുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ന്യൂക്ലിക് ആസിഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എല്ലാ പ്രവൃത്തി ചെയ്യണമെന്നെങ്കിലും ഊർജം വേണം. ഈ ഊർജം ഉണ്ടാക്കുന്ന രീതി പ്രധാനമായും ഊർജമുണ്ടാക്കുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻസ്, ഒരു സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷനാണ്. സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ ക്രെബ്സ് സൈക്കിൾ എന്ന് പറയും. ക്രെബ്സ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള ഒരു ചെറിയ അസറ്റൈൽ കോഎൻസൈം എ എന്ന് പറഞ്ഞ ഒരു പദാർത്ഥവും ഓക്സലോ അസറ്റേറ്റും കൂടെ ചേർന്ന് അതിൽ നിന്ന് വരുന്ന സിട്രേറ്റ് ഉണ്ടാവുന്നു. സിട്രേറ്റ് മാറി അക്കോണിട്രേറ്റ് ആവുന്നു, ഐസോസിട്രേറ്റ് ആവുന്നു. ഇങ്ങനെ ഒരു വൃത്തം മുഴുവൻ കഴിയുമ്പോഴേക്ക് 30 എനർജി ഉണ്ടാവും. ആ എനർജി മുഴുവൻ എനർജി സൂക്ഷിക്കുന്ന, അതിനെപ്പറ്റി പിന്നീട് നോക്കാം, ATP എന്ന് പറഞ്ഞ മോളിക്യൂളിലേക്ക് ഈ എനർജി ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ 36 നെറ്റായിട്ട് 36 ATP ഉണ്ടാവും ഒരു തവണ ക്രെബ്സ് സൈക്കിള് പൂർത്തീകരിക്കുമ്പോൾ. അപ്പോൾ ഈ ക്രെബ്സ് സൈക്കിള് നിരന്തരമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അത് ഊർജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കി ആയാലും ബാക്ടീരിയ ആയാലും നമ്മളായാലും ഒക്കെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ആദ്യ ജീവിയിൽ ഈ ക്രെബ്സ് സൈക്കിൾ അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിലുള്ള ഒരു ഊർജ ഉൽപാദന രീതി ഉണ്ടായിരുന്നിരിക്കണം. ക്രെബ്സ് സൈക്കിളിൻ്റെ മറ്റൊരു പ്രാധാന്യം നമ്മുടെ ശരീരത്തുള്ള എല്ലാ മെറ്റബോളിക് കെമിക്കൽ റിയാക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ കെമിക്കൽ റിയാക്ഷനും പ്രോട്ടീൻ ഉണ്ടാക്കുന്നതായാലും ഫാറ്റ് ഉണ്ടാക്കുന്നതായാലും ഇങ്ങനെയുള്ള ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട് ബയോകെമിസ്ട്രിയിൽ നിന്ന് നമുക്ക് അറിയുന്നത്. ഇതെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആ നടുക്ക് കാണുന്ന പച്ചയിൽ കാണുന്ന ക്രെബ്സ് സൈക്കിളാണ്. ബാക്കിയുള്ള എല്ലാ റിയാക്ഷൻസും ക്രെബ്സ് സൈക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രെബ്സ് സൈക്കിൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മറ്റുള്ള മെറ്റബോളിക് പാത്വേസ് എല്ലാം തന്നെ ഉണ്ടാവുന്നത് ഈ ആദ്യമായിട്ടുണ്ടാവുന്ന ഈ റിയാക്ഷൻ പാറ്റേൺ ആണ്. അപ്പോൾ സെല്ലുലാർ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അത് ബാക്ടീരിയ ആയാലും നമ്മളായാലും സെല്ലുലാർ ബയോകെമിസ്ട്രിയിൽ വളരെ വളരെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. വളരെ സമാനമായ സെല്ലുലാർ ബയോകെമിസ്ട്രിയാണ് എല്ലാ ജീവികളിലും ഉള്ളത്. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ പരിണാമത്തിൽ അതിനെന്തെങ്കിലും കേട് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഇത് നശിച്ചു പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവല്യൂഷണറിലി കൺസേർവ്ഡ് ആണ്, അത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ജീവികളിലും ഉണ്ട്. ആദ്യ ജീവിയിലും ഇത് ഉണ്ടായിരുന്നിരിക്കണം. എല്ലാ ജീവികളിലും ഇന്നുള്ള എല്ലാ ജീവികളിലും ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എനർജി, ഈ ഉൽപ്പാദിപ്പിക്കുന്ന എനർജി അപ്പം തന്നെ ചെലവാക്കാൻ പലപ്പോഴും പറ്റില്ല. അതുകൊണ്ട് അത് സൂക്ഷിച്ചു വെക്കണം. ആ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു പ്രധാന രീതി എനർജി കറൻസി എന്ന് പറയുന്നത്. എനർജി കറൻസി ATP എന്ന് പറഞ്ഞ മോളിക്യൂളാണ്. ADP എന്ന മോളിക്യൂളിൻ്റെ കൂടെ എനർജിയും ഒരു ഫോസ്ഫേറ്റും കൂടെ ചേരുമ്പോൾ അത് ATP ആയി മാറും. അഡെനോസിൻ ഡൈഫോസ്ഫേറ്റ് ട്രൈഫോസ്ഫേറ്റ് ആയി മാറുന്നു. 2 ഫോസ്ഫേറ്റിന് വരെ 3 ഫോസ്ഫേറ്റും ആയി മാറുന്നു. അതിലപ്പോൾ എക്സ്ട്രാ എനർജി അതിനുള്ളിലുണ്ടാവും. എപ്പോൾ എനർജി വേണമെന്നുണ്ടെങ്കിലും ATP വിഘടിച്ചാൽ ADPയും ഫോസ്ഫേറ്റുമായി മാറും, ഈ എനർജി റിലീസ് ചെയ്യും. അപ്പോൾ എനർജി സൂക്ഷിച്ചു വെക്കാനുള്ള കറൻസി ആയിട്ടുള്ള ATP വീണ്ടും എല്ലാ ജീവജാലങ്ങളിലും ATP തന്നെയാണ് ഈ കറൻസി. ഈ ATP കറൻസി ആണെങ്കിൽ തന്നെ അതിന് പുറമെ ATP ഉൽപാദനത്തിന് നേരിട്ട് ക്രെബ്സ് സൈക്കിളിൽ നിന്ന് നേരിട്ട് ATP ആവുകയല്ല ചെയ്യുന്നത്. പക്ഷേ ക്രെബ്സ് സൈക്കിളിൽ നിന്ന് വരുന്ന എനർജി അത് ഒരു പ്രത്യേക രീതിയിൽ ബാക്ടീരിയകളിലും ആർക്കിയകളിലും അതിൻ്റെ സെൽ മെംബ്രെയിനിലും നമ്മുടെ കോശങ്ങളിൽ നമ്മുടെ മൈറ്റോകോൺട്രിയകളിലും ആ എനർജി ആക്കി മാറ്റുന്ന രീതി ബാറ്ററികളിലും മറ്റുമുള്ള പോലെ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, അതായത്
ഈ മെംബ്രെയിനുകൾക്കിടയിൽ ഹൈഡ്രജൻ അയോൺ അല്ലെങ്കിൽ പ്രോട്ടോണുകളെ, ഹൈഡ്രജൻ അയോൺ അല്ലെങ്കിൽ ഒരു വെറും പ്രോട്ടോണാണ്, ആ പ്രോട്ടോണുകളെ പമ്പ് ചെയ്യുന്ന ഒരു മെക്കാനിസം. അങ്ങനെ വരുന്ന ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ്, ഒരു സ്ഥലത്ത് കൂടുതൽ പോസിറ്റീവ് ചാർജും ഒരു സ്ഥലത്ത് കൂടുതൽ നെഗറ്റീവ് ചാർജും വരുന്ന സമയത്ത് അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇത് നമ്മുടെ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ മുഴുവൻ ഈ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ആ പൊട്ടൻഷ്യൽ എനർജിയാണ് വേണ്ട സമയത്ത് നമ്മൾ ഈ ATP ഉപയോഗിച്ചുകൊണ്ട് ATP സിന്തേസ് എന്ന് പറഞ്ഞ ഒരു അത്ഭുതകരമായ ഒരു എൻസൈമുണ്ട്. ഒരു മോട്ടോറുമാതിരി അത് സ്ഥിരമായി കറങ്ങിക്കൊണ്ടിരിക്കും. ഈ ATP സിന്തേസ് വേണ്ട സമയത്ത് ATP ആയി മാറ്റുന്ന ഈ പൊട്ടൻഷ്യൽ എനർജിയെ ATP ആയി മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയ. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറഞ്ഞ ഈ സംവിധാനവും എല്ലാ ജീവികളിലുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദ്യ ജീവിയിലും ഇത് ഉണ്ടായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെ ഈ ഗുണങ്ങളെല്ലാമുള്ള ഒരു ആദ്യ ജീവി, നമ്മുടെ എല്ലാം പൊതു പൂർവികൻ ആയ ആ ജീവിയെ കൊടുത്ത പേരാണ് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ അല്ലെങ്കിൽ ലൂക്ക എന്നുള്ള പേര്. സ്വാഭാവികമായിട്ടും ചോദ്യം വരും, ശരി ഈ ലൂക്ക എന്നെല്ലാം പറയുന്നത് വളരെ നല്ല, പക്ഷേ ഈ ലൂക്ക എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം. ഒരു 10-20-30 കൊല്ലം മുമ്പ് ഈ ഇവല്യൂഷൻ്റെ എല്ലാം ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി നമ്മൾ പോയി ക്ലാസ് എടുക്കുന്ന കാലത്ത് ഈ സ്വാഭാവികമായിട്ട് ഈ ചോദ്യം വരും. അന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവല്യൂഷനെ പറ്റിയെല്ലാം വളരെ കാര്യമായിട്ട് അന്ന് തന്നെ എല്ലാം അറിയാം, ഫോസിലും ഇവല്യൂഷൻ എല്ലാം പറഞ്ഞ് ജീവികളുടെ ഉത്ഭവം വരുന്ന സമയത്ത് പറയും, ഈ സ്റ്റാൻലി മില്ലറുടെ എക്സ്പെരിമെൻ്റ് പറയും, പിന്നെ കോവാസർവേറ്റുകൾ എന്ന് പറഞ്ഞുള്ള ഈ ചെറിയ ബോൾസ് പോലെ അതുണ്ടാവാമെന്ന് പറയും. പിന്നെ അങ്ങോട്ട് അധികമൊന്നും പറയാനില്ല. അപ്പോൾ പറയും എന്തിനേറെ പറയുന്നു, കോശമുണ്ടായി എന്ന് പറഞ്ഞാൽ പോരെ, കാരണം ഒന്നും അറിയില്ല എന്നുള്ള അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ അവസ്ഥയിൽ നിന്ന് വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്നത്തെ ഒരുപാട് തിയറികളുണ്ട്. അതിൽ ഇന്ന് ഏറ്റവും പ്രബലമായി കരുതപ്പെടുന്ന ഒരു തിയറി, ഇത് തന്നെ ആയിരിക്കണം ശരി എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു തിയറി ഇന്ന് ശാസ്ത്രം പറയുന്നത്, അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ഡാർവിൻ പറഞ്ഞ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സെന്റൻസ് ഉണ്ട്. വാട്ട് എ ബിഗ് ഗിഫ് we could conceive in some warm little pond with all sorts of ammonia and phosphorus salts, light, heat, electricity and present that a protein compound was chemically formed, ready to undergo still more complex changes. ഇതിലൊരുപാട് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പല പ്രശ്നങ്ങളും തോന്നാം, പക്ഷേ വളരെ പ്രീസൈൻഡ് ആയിരുന്നു. അത് ഇൻ ദ സെൻസ് ദാറ്റ് ഒരു അചേതനമായിട്ടുള്ള സംഗതിയിൽ നിന്ന് ജീവൻ വയ്ക്കാം എന്നുള്ള ആ ഒരു ഉൾക്കാഴ്ച ഡാർവിനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ പോണ്ട് എന്തായിരുന്നു, പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു, അതിനെപ്പറ്റി ഒരുപാട് സ്റ്റഡീസ് നടന്നിരുന്നു. വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്റ്റാൻലി ആൻഡ് മില്ലർ യൂറി മില്ലർ എക്സ്പെരിമെൻറ്റിൽ ഒരു പ്രത്യേക അപ്പാരറ്റസിൽ ഈ ഇലക്ട്രിസിറ്റിയും ഇതും പണ്ടുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന കുറേ ഗ്യാസും എല്ലാം കൂടെ ചേർത്തപ്പോൾ അതിൽ നിന്ന് അമിനോ ആസിഡുകളും മറ്റും ഉണ്ടായി എന്നുള്ളത് ഒരു ഡെമോൺസ്ട്രേഷനായിരുന്നു. എന്നാൽ അന്നുള്ള ആ തിയറിക്ക് ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. പിന്നീട് വന്നിട്ടുള്ള ഈ ഓപ്പണായിട്ട് കാണുന്ന പോണ്ടിലും ഇങ്ങനെയുള്ള സ്ഥലത്തുമൊക്കെ കുറേ അമിനോ ആസിഡും ഇതെല്ലാം ഉണ്ടായാൽ തന്നെ ഇതെല്ലാം കൂടെ എങ്ങനെ കൂടിച്ചേരുന്നു? ഇത് വളരെ വേഗം ഡിസ്പേഴ്സ് ചെയ്തു പോകും. അത് കൂടിച്ചേരണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു സംവിധാനം വേണം. എന്ന് മാത്രമല്ല ആ സംവിധാനത്തെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയുള്ള ഊർജം വേണം. ഇത് രണ്ടും ഒരു വിധത്തിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ ഏറെക്കാലം എന്തിനേറെ പറയുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന കാലഘട്ടമാണ് ഉണ്ടായിരുന്നത്. ഈ അടുത്ത കാലത്താണ്, കഴിഞ്ഞ ഒരു 15-20 വർഷം മുമ്പ് കണ്ടെത്തിയിട്ടുള്ള ഡീപ്പ് ഓഷൻ റിഡ്ജസ്, നമ്മുടെ കടലുകളിലെ ഓഷൻസിൻ്റെ പോലെ സമുദ്രങ്ങളുടെ നടുവിൽ പല സ്ഥലത്തുമുള്ള അഗാധമായിട്ടുള്ള കടലിൻ്റെ അടിയിൽ വരുന്ന
വോൾക്കാനോ പോലെയുള്ള ഈ ഈ കടലിൻ്റെ അടിയിലുള്ള ഭൂമി മാറിക്കൊണ്ടിരിക്കുകയും അടിയിൽ നിന്നുള്ള വോൾക്കാനിക് ലാവ മുകളിൽ വരുന്ന അങ്ങനെയുള്ള പല പ്രദേശങ്ങളുണ്ട്. ഈ ഓഷ്യാനിക് റിഡ്ജസ് ആണ് അതാണ് മാപ്പിൽ കാണുന്നത്. ഈ ഓഷ്യാനിക് റിഡ്ജസിൻ്റെ അവിടെ കാണുന്ന ഡീപ്പ് ഹൈഡ്രോതെർമൽ വെന്റ് എന്ന് പറയുന്ന അത് ഞാൻ കാണിക്കാം ചിത്രത്തിലൂടെ. വളരെ വലിയ ടവർ മാതിരി, ചിലപ്പോൾ 40, 50, 100 അടിയെല്ലാം പൊക്കമുള്ള വളരെ വലിയ ടവർ മാതിരി ഉള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട് അവിടെ. അത് ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഏറ്റവും അടിയിലുള്ള ഈ മാഗ്മ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മുകളിലോട്ട് വരുന്നു. ആ മുകളിലോട്ട് വന്ന് ഇത് പുറത്തോട്ട് വരുന്ന സ്ഥലത്ത് വളരെ ചൂടുള്ള, വളരെയധികം മിനറൽസും മറ്റുമുള്ള അയൺ സൾഫൈഡ്, പ്രത്യേകിച്ചും അയൺ, എർത്തിൻ്റെ ക്രസ്റ്റിൽ ഏറ്റവും അധികമുള്ള സംഗതിയാണ് ഇരുമ്പ്, നിക്കൽ മുതലായിട്ടുള്ള പദാർത്ഥങ്ങളും സൾഫൈഡുകൾ, ഇതെല്ലാമുള്ള ഈ ലാവ പെട്ടെന്ന് വളരെ തണുത്ത വെള്ളത്തിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന റിയാക്ഷൻ വഴി ഇത് ക്രിസ്റ്റലൈസ് ചെയ്യുകയും ഇതെല്ലാം കൂടെ ഒന്നിച്ച് വലിയ കുന്നുകൾ പോലെ ആവുകയും അതിൻ്റെ മുകളിൽ നിന്ന് ഈ ഗ്യാസുകളും മറ്റും എസ്കേപ്പിങ് ചെയ്യുന്ന ഇതാണ് ബേസിക്കലി ഡീപ്പ് ഹൈഡ്രോതെർമൽ വെന്റുകൾ. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 20 വർഷത്തിനുള്ളിലാണ് അവ കണ്ടെത്തി. ഇന്ന് ഒരുപാട് റിസർച്ച് അതിനെപ്പറ്റി നടക്കുന്നുണ്ട്. ഈ വെന്റുകൾ ഉണ്ടാവുന്ന ഈ വലിയ പൊക്കത്തിൽ കാണുന്ന ഈ സ്ഥലത്തിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ദ്വാരങ്ങൾ, കാരണം ആ ഗ്യാസുകൾ ബബിൾ ചെയ്തിട്ട് ചെറിയ അറകളുള്ള ഒരു തേനീച്ചയുടെ കൂടെല്ലാം പോലെയുള്ള കുറേ അറകളുണ്ടാവും. ഈ പല അറകളും ഏതാണ്ട് നമ്മുടെയൊക്കെ ഒരു കോശത്തിൻ്റെ അതേ സൈസാണ്. ഇത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ്. ഒരു ചെറിയ അറകൾ ഓരോന്നും നമ്മുടെ കോശത്തിൻ്റെ ഒക്കെ വലുപ്പമുള്ളതാണ്. ആ കോശത്തിന് ഏതാണ്ട് ഒരു ആവരണമുണ്ട്. ഈ ആവരണത്തിൽ വളരെയധികം അയൺ സൾഫൈഡും അയണും നിക്കലും ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഒരർത്ഥത്തിൽ എങ്ങനെ നമ്മുടെ കോശങ്ങളിൽ ഒരു സൈഡിൽ ഹൈഡ്രജൻ പ്രോട്ടോൺ വന്നുകൊണ്ട് ഒരു നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജ് ഗ്രേഡിയൻ്റ് ഉണ്ടോ, ആ ഗ്രേഡിയൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് ഒരുപാട് എൻസൈമുകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ATP സിന്തറ്റൈസും മറ്റൊരുപാട് എൻസൈമുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മെറ്റബോളിക് ക്രബ് സൈക്കിളും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ആദ്യത്തെ ഈ അറകളിൽ ഇതൊന്നുമില്ലാതെ, ക്രബ് സൈക്കിളും എനർജി ഉണ്ടാക്കേണ്ട ഉൽപാദനമൊന്നുമില്ലാതെ ഹൈഡ്രോതെർമൽ വെന്റിൽ തന്നെ ഈ ഒരു ഗ്രേഡിയൻ്റ്, നാച്ചുറൽ ഗ്രേഡിയൻ്റ് ഉണ്ട്, നാച്ചുറലായിട്ട് എനർജി ഉണ്ട്. ആ എനർജിയെ ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം ഈ അറകളിൽ നടക്കാം. ഈ അറകളിൽ നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ അതിലുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന് അസറ്റേറ്റ് എന്ന് പറഞ്ഞ പദാർത്ഥം, പൈറുവേറ്റ് എന്ന് പറഞ്ഞ പദാർത്ഥം. ഈ പൈറുവേറ്റ് എന്ന് പറഞ്ഞ പദാർത്ഥത്തിൽ നിന്നാണ് ക്രബ് സൈക്കിൾ മുഴുവൻ ഉണ്ടാവുന്നത്. ഇങ്ങനെ ആദ്യത്തെ ഓർഗാനിക് മോളിക്യൂൾസ് എല്ലാം ഉണ്ടാവാനും ഈ ഓർഗാനിക് മോളിക്യൂൾസിന് ഒരു മെറ്റബോളിക് പാത്വേ അത് ഉണ്ടാക്കാനുള്ള എനർജി ഫ്രീ ആയിട്ട് കിട്ടുന്നു. ഇന്നുള്ള പോലെ കോശങ്ങൾക്ക് ഇന്ന് ചെയ്യേണ്ട മാതിരിയുള്ള പ്രവൃത്തിയൊന്നും വേണ്ട. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ടുള്ള ഫ്രീ ലഞ്ച് ഫോർ വിച്ച് യു ആർ പെയ്ഡ് എന്നാണ് ഒരു ശാസ്ത്രജ്ഞനെ അതിനെ വിളിച്ച്. അങ്ങനെയുള്ള ഒരു സ്ഥിതി ആ കാലഘട്ടത്തിൽ ഈ ഹൈഡ്രോതെർമൽ വെന്റുകളിലുണ്ടായിരുന്നു. അന്ന് മാത്രമല്ല, ഇന്നുമുണ്ട്. അതിനെല്ലാം അപ്പുറം
ഇന്ന് കണ്ടുപിടിച്ച വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു സംഗതി, ക്രബ്സ് സൈക്കിൾ എന്താ ഉണ്ടാവുന്നത്? ക്രബ്സ് സൈക്കിളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അതിൽ നിന്നൊക്കെയുള്ള എനർജി, അതൊക്കെ വിഘടിച്ചുകൊണ്ടുള്ള എനർജി, അത് വിഘടിച്ചു കഴിഞ്ഞ് അതിനെ എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ എനർജി നമ്മൾ ATP ആയിട്ട് സൂക്ഷിക്കുന്നു. അതുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ക്രബ്സ് സൈക്കിൾ. നിങ്ങൾക്ക് ധാരാളം എനർജി ഉണ്ടെങ്കിലോ, ഫ്രീ ലഞ്ച്, എനർജി ധാരാളം സപ്ലൈ ഉണ്ടെങ്കിൽ ക്രബ്സ് സൈക്കിളിന് തിരിച്ചു കറങ്ങാം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രബ്സ് സൈക്കിൾ തിരിച്ച് റിവേഴ്സ് ക്രബ്സ് സൈക്കിൾ എന്ന, ഇന്നും ചില ബാക്ടീരിയകൾ റിവേഴ്സ് ക്രബ്സ് സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം എനർജി കിട്ടുന്നുണ്ടെങ്കിൽ മീത്തേൻ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ചൂടും മീത്തേനും ഒക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് ക്രബ്സ് സൈക്കിൾ റിവേഴ്സ് ആക്കി കറങ്ങുന്ന ബാക്ടീരിയകൾ ഇന്നുമുണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിൽ ആലോചിച്ച് നോക്കും, ഇത്രയും അധികം എനർജി ഉള്ള സമയത്ത് ക്രബ്സ് സൈക്കിൾ തിരിച്ചു കറങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനർജി ഉപയോഗിച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും H2O + CO2 ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഓർഗാനിക് കോമ്പൗണ്ട്സിനെ സിന്തസൈസ് ചെയ്യാനുള്ള എല്ലാ സംഗതിയും ഈ റിവേഴ്സ് ക്രബ്സ് സൈക്കിളിലുണ്ട്. ആ ക്രബ്സ് സൈക്കിളിൽ ഉണ്ടാവുന്ന പദാർത്ഥങ്ങളിൽ നിന്ന് അമിനോ ആസിഡുകളും ന്യൂക്ലിയോടൈഡുകളും മറ്റുള്ള സംഗതികളും ഒക്കെ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. ഇങ്ങനെയുള്ള ഒരു സിനാരിയോ ആണ് യഥാർത്ഥത്തിൽ ഇന്ന് ജീവന്റെ തുടക്കമായി വളരെ പ്രബലമായിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് ആയിട്ട് വരുന്നത്. ഇന്ന് നടക്കുന്ന ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഡീപ്പ് ഹൈഡ്രോതെർമൽ വെൻസിലുള്ള ആ സംഗതികളെല്ലാം റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെഷീൻസ് ബിൽഡ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആർട്ടിഫിഷ്യലായ ലൈഫ് അല്ലെങ്കിൽ പോലും ലൈഫ് മോളിക്യൂൾസും മറ്റും ഇങ്ങനെയുള്ള ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ വൻതോതിൽ ഇന്ന് എക്സ്പെരിമെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആദ്യം വന്നിട്ടുള്ള ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞ RNA ആയിരിക്കും. കാരണം RNAക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. RNA എൻസൈമായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്, ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യാനുള്ള കഴിവുണ്ട്, സ്ട്രക്ചറലായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് RNA ആണ് ആദ്യം ഉണ്ടായത് എന്നാണ് ഇന്ന് പ്രബലമായിട്ടുള്ള ഹൈപ്പോത്തസിസ്. ആ RNA വേൾഡ് എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തസിസ്. പക്ഷെ RNA വേൾഡിന് എനർജി ഇല്ലാതെ ഒരു RNAക്ക് തന്നെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ മെറ്റബോളിസം ഫസ്റ്റ് എന്നാണ് ഇന്നുള്ള പ്രബലമായിട്ടുള്ള കൺസെപ്റ്റ്. ആദ്യമുണ്ടായത് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഈ പ്രത്യേക ഘടനയിൽ പ്രത്യേക സാഹചര്യത്തിൽ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവുകയും ആ കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് ഓർഗാനിക് മോളിക്യൂൾസും ആ കെമിക്കൽ റിയാക്ഷൻസിൽ നിന്ന് മറ്റുള്ള RNA പോലെയുള്ള മോളിക്യൂൾസും മറ്റും ഉണ്ടായി എന്നുള്ളതും RNAയിൽ ഇൻഫർമേഷൻ ഉണ്ടാക്കാനുള്ള ആ വന്നതുകൂടെ അത് RNAയുടെ സിംഗിൾ ന്യൂക്ലിയോടൈഡുകൾ അത് ഒന്നിച്ചു ചേർന്ന് ഒരു ചെയിനായി മാറുന്ന സമയം തൊട്ട് അതിൽ ഇൻഫർമേഷൻ കണ്ടന്റ് ഉണ്ടാവും. ആ ഇൻഫർമേഷൻ കണ്ടന്റ് വരുന്നതോടെയാണ് പരിണാമം മുന്നോട്ട് പോകുന്നത്, സെലക്ഷൻ വരുന്നത്, നാച്ചുറൽ സെലക്ഷൻ വരുന്നത്. ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നാച്ചുറൽ സെലക്ഷൻ ഉണ്ടാവും. ഇതാണ് ഇന്ന് ഉള്ള ഇതിൻ്റെ ഒരു ബ്രോഡായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ. ഡീപ് ഹൈഡ്രോതെർമൽ വെന്റിൽ ഒരുപാട് ജീവികളുണ്ട്. ഏറ്റവും അധികം ജീവികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. കാരണം ഇഷ്ടംപോലെ എനർജി, ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് മീഥേൻ ഉപയോഗിച്ചുകൊണ്ട് ബാക്ടീരിയകൾ വളരുന്നു. ആ ബാക്ടീരിയയെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരുന്ന വലിയ ജയന്റ് ട്യൂബ് വർബ്സ് പോലായിട്ടുള്ള പലതരം ജീവികൾ ഉള്ള സംഗതി. ഓക്കെ, അടുത്ത ഒരു ഭാഗം. ശരി, ലൂക്ക ഇങ്ങനെ ഉണ്ടായി. ലൂക്കയിൽ നിന്ന് അങ്ങോട്ടുള്ള പരിണാമം ഇതെങ്ങനെ സംഭവിച്ചു? ഇതിനുള്ള ഒരു പ്രധാന പ്രശ്നം, ഒരു പ്രോകാരിയോട്ടിൽ നിന്ന് അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവിയിൽ നിന്ന് ന്യൂക്ലിയസ് ഉള്ള ജീവി പരിണാമം കൊണ്ട് എങ്ങനെ ഉണ്ടായി എന്നുള്ള വിശദീകരിക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ. കാരണം ജീവൻ ഉണ്ടായിട്ട് ഏതാണ്ട് 3.8 ബില്യൺ ഇയേഴ്സ് അഗോ, 380 കോടി വർഷമല്ലേ മുമ്പ് ഉണ്ടായ ജീവൻ പിന്നീട് ഒരു 200 കോടി വർഷം ഒരു മാറ്റവുമില്ലാതെ അതുമാതിരി തന്നെ ആ ചെറിയ ജീവിയായിട്ട് തന്നെ തുടർന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ യൂക്കാരിയോട്ടുകൾ ഉണ്ടായതോടെ ആണ് ജീവൻ പടർന്ന് പന്തലിച്ച് പലതരത്തിലുള്ള ജീവികളായ ഒരു എക്സ്പ്ലോഷൻ ഓഫ് ലൈഫ് ഉണ്ടായത്. അപ്പം ആ സ്ഥലത്ത് സംഭവിച്ച കാര്യം എന്താണ്?
ഈ കാര്യം അന്വേഷിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ തീർച്ചയായിട്ടും ഓർമ്മിക്കേണ്ട രണ്ട് വ്യക്തികളാണ്. ഒന്ന് കോൺസ്റ്റാന്റിൻ മെരിക്കോസ്കി, കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല എനിക്ക്. മറ്റൊന്ന് ലിൻ മാർഗുലിസ്. ലിൻ മാർഗുലിസിനെ പറ്റി ഐ എം ഷുവർ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. 2011 മരിച്ചു. ഇൻസിഡൻ്റലി കാൾ സാഗൻ്റെ ഫസ്റ്റ് വൈഫായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2 കല്യാണം കഴിഞ്ഞു. പക്ഷെ മാർഗുലിസ് പറഞ്ഞത് വൈഫ് എന്ന് പറഞ്ഞ ജോബ് ഞാൻ വിട്ടു. 2 തവണയും ഡിവോഴ്സ് ഇട്ട് പറഞ്ഞു വൈഫ് എന്നുള്ള ജോബ് വിട്ടു, കാരണം സീരിയസ് ആയിട്ടുള്ളൊരു സയൻറ്റിസ്റ്റിന് പറ്റിയ പണിയല്ല അതെന്ന് പറഞ്ഞു. അപ്പോൾ ലിൻ മാർഗുലിസ് വളരെ ശക്തമായി, രണ്ടുപേരും ആദ്യമായിട്ട് സൂചിപ്പിച്ചത് ഈ റഷ്യൻ സയൻറ്റിസ്റ്റാണ്. പിന്നീട് അതിൻ്റെ ശക്തമായ വക്താവായിരുന്നു എൻഡോസിംബയോസിസ്. അവർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ 2 ജീവികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ആണിതുണ്ടായത്. മാർഗുലിസ് ശക്തമായി വാദിച്ചിരുന്നു മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് വേറൊരു ജീവി ഈ കോശങ്ങളെ കോളനൈസ് ചെയ്ത ജീവിയാണ് മൈറ്റോകോൺട്രിയ എന്ന് ആദ്യകാലത്ത് പറഞ്ഞപ്പോൾ എല്ലാവരും പുച്ഛിച്ച് തള്ളുക ചെയ്തു. ഇത് വട്ട് കേസ് എന്തോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് നമുക്കറിയാം അത് വളരെ ശക്തിയായിട്ട് ശരിയാണെന്നറിയാം. കാരണം എന്താ, ഈ മൈറ്റോകോൺട്രിയക്കകത്ത് സ്വന്തമായിട്ടുള്ള DNA ഉണ്ട്. മൈറ്റോകോൺട്രിയക്ക് സ്വന്തം DNA ഉണ്ട്, അതിൽ ജീനുകളുണ്ട്, അതിനകത്ത് റൈബോസോമുകളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ആ ജീനുകൾ അധികം വേറെ ന്യൂക്ലിയസിലേക്ക് പിന്നീട് മാറി ഇന്ന് പ്രധാനമായിട്ടും ഊർജോൽപാദനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എൻഡോസിംബയോസിസ് എന്ന് പറഞ്ഞ തിയറി പ്രകാരം 2 കോശങ്ങൾ കൂടി ചേർന്ന് ഉള്ളൊരു സംഭവം. ഈ സംഭവം ഇന്ന് യൂകാരിയോട്ടുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉള്ള ജീവികളുടെ ഉത്ഭവത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച് ഇതാണെന്ന് ഇന്ന് ഏതാണ്ട് എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണ്. എന്നാൽ അതിൽ തന്നെ എങ്ങനെ ഇതുണ്ടായി ഇന്ന് പരക്കെ അംഗീകരിക്കുന്ന കാര്യം, യൂകാരിയോട്ടുകൾ ഉണ്ടായത് ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ സാധാരണ ബാക്ടീരിയയും ആർക്കിയയും തമ്മിൽ കൂടിച്ചേർന്ന് ആണ്. അതാണ് യൂകാരിയോട്ടുകളുടെ ഉത്ഭവം. അതിനൊരു പേരുണ്ട്. അതായത് ഇങ്ങനെ, ലാസ്റ്റ് യൂകാരിയോട്ടിക് കോമൺ ആൻസസ്റ്റർ ലീക്ക. ലീക്ക എന്ന് പറഞ്ഞാൽ അത് ലാസ്റ്റ് മാത്രമല്ല ഫസ്റ്റുമാണ്. ആ ഘട്ടം ഫസ്റ്റും ലാസ്റ്റും ആണ്. കോമൺ ആൻസസ്റ്റർ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ഷെ ഫീക്ക എന്നായിപ്പോ, അതൊരു സുഖമില്ലാത്ത വാക്കായതുകൊണ്ട് ലീക്ക എന്നുള്ള മതി. ലീക്ക ഉണ്ടായത് എങ്ങനെയാ, ഒരു ആർക്കിയയും ഒരു ബാക്ടീരിയയും കൂടി ചേർന്ന് ആ ആർക്കിയയുടെ ഭാഗമാണ്, ആർക്കിയയുടെ ജീൻസ് എല്ലാം കൂടെ ന്യൂക്ലിയസ് ആവുകയും മൈറ്റോകോൺട്രിയ ഉണ്ടായത് പ്രധാനമായിട്ടും ബാക്ടീരിയയാണ്. അതിലും ഒരുപാട് ജീനുകൾ ഉണ്ടായിരുന്നു. ആ ജീനുകൾ പലതും പല കാലത്തായിട്ട് ന്യൂക്ലിയസിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അങ്ങോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്ന് പ്രബലമായ തിയറി. അതിനൊരുപാട് വേരിയേഷൻസ് ഉണ്ട്. ഞാൻ ആ കാര്യങ്ങളിലേക്ക് അധികം പോകുന്നില്ല. അപ്പോൾ ഇന്ന് യൂകാരിയോട്ട് ഇവല്യൂഷനെ പറ്റിയും വളരെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. പ്രത്യേകിച്ച് മോളിക്കുലർ ബയോളജി, ഇന്ന് ജിനോമിക്സ് ഇത്രയധികം വളരുന്നത് കൊണ്ട് പലതരത്തിലുള്ള ആർക്കിയയും പലതരത്തിലുള്ള ബാക്ടീരിയയും പലതരത്തിലുള്ള മറ്റ് ജീവികളും ഒക്കെ അതിൻ്റെ ജനോം മുഴുവനായിട്ട് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റി കുറച്ചുകൂടെ കൃത്യമായ ധാരണകളുണ്ടാവും. 40 മിനിറ്റ് കഴിഞ്ഞു. എന്താ സമയത്തിൻ്റെ സ്ഥിതി? കാരണം ഒരു ചെറിയ ഭാഗം കൂടെ ഉണ്ട്, അത് വേണമെങ്കിൽ ഞാനിവിടെ നിർത്താം. തുടരണോ? ഈ ലാസ്റ്റ് പാർട്ട് ഒരു ഫാസ്റ്റ് ഫോർവേഡാണ്. അത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് ഈഫൽ ടവറിൻ്റെ ഏറ്റവും മുകളിലുള്ള സ്പെക്കായ മനുഷ്യനെ പറ്റി ഉള്ള 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം. കാരണം നമ്മൾ ഈ മനുഷ്യൻ ഈ പറയുന്ന ഈ പ്രക്രിയയുടെ ഒരു ഭാഗം മാത്രമാണ്, അല്ലേ? അത് നമുക്ക് അംഗീകരിച്ചേ മതിയാവും. അങ്ങനെയുള്ള ഈ പ്രക്രിയയുടെ ഒരു പൊതുപൂർവികൻ, അതിൽ നിന്ന് നമ്മുടെ ചിമ്പാൻസിയും മനുഷ്യനും ഏറ്റവും അടുത്ത 96 മുതൽ 98% വരെ ജീൻസും ഇതൊക്കെ സിമിലറാണ് മനുഷ്യനും ചിമ്പാൻസിയും തമ്മിൽ. ഇൻഫാക്ട് ഗോറില്ലയും മനുഷ്യൻ ചിമ്പാൻസിയും നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനും ചിമ്പാൻസിയും തമ്മിലാണ് കൂടുതൽ അടുത്തത്, അല്ലാതെ ചിമ്പാൻസിയും ഗോറില്ലയല്ല.
ചിമ്പാൻസിയും ഗോറില്ല കുറച്ചുകൂടെ ദൂരെയാണ്, നമ്മളും ചിമ്പാൻസിയാണ് കൂടുതൽ അടുത്ത. അപ്പോൾ നമ്മൾ ആൾക്കുരങ്ങുകളാണ് എന്നുള്ളതിനെ പറ്റി നേക്കഡ് ഏപ്പ് എന്ന് പറയില്ല, അതിന് യാതൊരു സംശയവുമില്ല, അത് വളരെ ക്ലിയറാണ്. എന്നാൽ നമ്മുടെ ഈ ഉത്ഭവത്തെ പറ്റിയുള്ള ഒരുപാട് തിയറികളുണ്ട്. അതിന് ഒരു പ്രധാനമായിട്ടുള്ള തിയറി അപ്രൈറ്റ് പോസ്ചർ. അപ്രൈറ്റ് പോസ്ചർ, ഒരു ഫോസിലിൽ അപ്രൈറ്റ് പോസ്ചർ കാണുന്നുണ്ടെങ്കിൽ അതിന് പല രീതികളുണ്ട്. ഇപ്പോൾ ഫൊറാമൻ മാഗ്നം എന്ന് പറഞ്ഞാൽ ഈ സ്പൈനൽ കോഡ് പോകുന്ന ആ ഹോളാണ് സ്കള്ളിൽ, അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കിയിട്ട് അത് വളരെ പിന്നിലാണെങ്കിൽ അപ്രൈറ്റ് ആയിരിക്കില്ല, വളരെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്രൈറ്റ് പോസ്റ്ററിൻ്റെ രീതിയാണ്. മറ്റുള്ള ഫോസിലുകൾ പെൽവിസിൻ്റെ ഘടന അല്ലെങ്കിൽ കാലുകളുടെ ഘടന ഇതെല്ലാം വെച്ചാണ് അപ്രൈറ്റ് പോസ്റ്റർ പറയുന്നത്. അങ്ങനെയുള്ള അപ്രൈറ്റ് പോസ്റ്ററുള്ള ആദ്യ ജീവിയായിട്ട് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ജീവിയാണ് ലൂസി എന്ന് പറഞ്ഞ ആസ്ട്രലോപിത്തക്കസ് അഫറൻസസ് എന്ന് പറഞ്ഞ 32 ലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ലൂസി എന്നുള്ള പേര് വന്ന ഡൊണാൾഡ് ജോൺസൺ എത്യോപ്യയിൽ വെച്ചാണ് ഇത് കണ്ടുപിടിച്ചത്. ആ സമയത്ത് ഇത് കണ്ടുപിടിച്ച സമയത്തുള്ള ഒരു പാട്ടിൽ നിന്നാണ് ലൂസി വിത്ത് ഡയമണ്ട്സ് ഇൻ ദ സ്കൈ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ലൂസി എന്നുള്ള പേര് വന്നത്. ഞാനിതിൽ നിന്ന് വളരെയധികം സ്കിപ്പ് ചെയ്യാണ്, വളരെ ഫാസ്റ്റായിട്ട് സ്കിപ്പ് ചെയ്യുക. ഓരോ ഘട്ടങ്ങൾ ഇതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ഹോമോ ഹാബിലസ്, എർഗാസ്റ്റർ, ഹോമോ ഇറക്ടസ്, ഹീഡൽബർഗൻസിസ് എന്ന് പറയുന്നതിനെ പറ്റി ഒരു വാക്ക് പറയട്ടെ. ഹീഡൽബർഗൻസിസ് എന്ന് പറഞ്ഞ ആ പൂർവികനിൽ നിന്നാണ് 3 സ്ട്രെയിൻസ് ഉണ്ടായി. നമ്മുടെ ആധുനിക മനുഷ്യൻ, ഡെനിസോവൻ മാൻ എന്ന് പറഞ്ഞ നിയാൻഡർതൽ മാൻ, ഈ 3 പേരും ആഫ്രിക്കയിൽ നിന്ന് പല സമയത്തായിട്ട് പുറത്തു പോയിട്ടുണ്ട്. പുറത്തു പോയി കഴിഞ്ഞും കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതിൻ്റെ തെളിവ് ഇപ്പോൾ വരുന്നുണ്ട്. കാരണം നമുക്ക് ചില ഒരു 1 to 4% ഈ നിയാൻഡർതൽ ജീൻസ് നമ്മുടെ ഒക്കെ ഇടയിലുണ്ട്, പ്രത്യേകിച്ചും നോൺ ആഫ്രിക്കൻ പോപ്പുലേഷനിൽ. മറ്റു പോപ്പുലേഷനുകളിൽ ഡെനിസോവൻ മാൻ കൂടുതലുള്ള കുറച്ച് ഉള്ള പോപ്പുലേഷൻസ് ഉണ്ട്. അപ്പം ഈ ബ്രെയിനിൻ്റെ വലുപ്പം, ഈ ബ്രെയിനിൻ്റെ വലുപ്പം ഉണ്ടാവുന്നതിൽ ഒരു പ്രത്യേക ഘടനയുണ്ടായിട്ടുള്ളത്, പ്രത്യേകിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന മനുഷ്യൻ്റെ ബ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കോർട്ടിക്കൽ ഏരിയയിൽ മോട്ടോർ ആൻഡ് സെൻസറി കോർട്ടക്സ് നോക്കിയാൽ ഏറ്റവും അധികം മാറ്റി വെച്ചിരിക്കുന്നത് കൈ, അത് പ്രത്യേകിച്ച് തമ്പ്, മുഖം, അതിന് വെച്ചുള്ള സ്കെയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അപ്രൈറ്റ് പോസ്റ്ററോടെ കൈകൾ ഫ്രീ ആവുന്നതോടെ ഇത് യൂസ് ചെയ്യാനുള്ള ഡെക്സ്റ്ററിറ്റി, ഇതിനു വേണ്ടി ബ്രെയിൻ വലുതായേ തീരൂ. കാരണം ഇതിനു വേണ്ടി അത്രയും ഏരിയ കൊടുക്കണം. പക്ഷേ ഈ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിൻ വലുതാവുക എന്ന് പറഞ്ഞാൽ അൺഇൻറ്റൻഡഡ് കോൺസിക്വൻസസ് ഉണ്ട്. എന്താ? ഈ നേരത്തെ പറഞ്ഞ സിനാപ്സുകളും ഇതുമൊക്കെ ഇത് 3 ഡയമെൻഷനലായിട്ട് കൂടുമ്പോൾ അത് കൂടുന്നത് വെറും അരത്മെറ്റിക്കൽ ആയിട്ടല്ല, ലോഗരിതമിക് ആയിട്ട് വർദ്ധിക്കും. ആ വർധനയുടെ ഒരു ഭാഗം കൂടിയാണ് നമ്മൾ ഈ കാണുന്ന, നമുക്ക് പാട്ടുണ്ടാക്കാനും ചിത്രം വരയ്ക്കാനും ഒക്കെയുള്ള കഴിവ്. ആ പ്രോഗ്രഷൻ കൊണ്ട് വന്നിട്ടുള്ള ഇതാണ്. ഞാൻ ലാസ്റ്റ് പോയിന്റിലേക്ക് പോവാണ്. ഇതാണ് നിയാൻഡർതൽ. ഒരു നിയാൻഡർതൽ പെൺകുട്ടി ഉണ്ടെങ്കിൽ ഏതാണ്ട് ഇതുപോലെ ഇരിക്കുകയാണ്, ഏതാണ്ട് നമ്മളെ പോലെ തന്നെ. മനുഷ്യ പരിണാമത്തെ പറ്റിയുള്ള 2 സിദ്ധാന്തങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൽ. ബഹുപ്രാദേശിക പരിണാമം, പല പ്രദേശങ്ങളിൽ നിന്ന് പൂർവികനിൽ നിന്ന് മനുഷ്യനുണ്ടായി. മറ്റൊന്ന് ആഫ്രിക്കയിൽ നിന്നാണ് ഉണ്ടായത് എല്ലാവരും, എന്നിട്ട് ഔട്ട് ഓഫ് ആഫ്രിക്ക തിയറി. ഈ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. മൾട്ടി റീജിയൽ മോഡൽ പ്രകാരം എല്ലാ മനുഷ്യരും തമ്മിൽ ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. ആ വ്യത്യസ്തതകളുണ്ടെങ്കിൽ ഇതാണ്, ആ വ്യത്യസ്തതകൾ ഉണ്ടെന്ന് വാദിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കമൊക്കെ ഒരുപാട് മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസം, പല ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചിത്രമാണ് ഈ കാണുന്നത് എന്നുള്ളത് ഓർക്കണം. മനുഷ്യൻ്റെയും ചിമ്പാൻസിയുടെയും നടുക്കാണ് ആഫ്രിക്കക്കാരനായിട്ടുള്ള മനുഷ്യനെ കാണിച്ചിരിക്കുന്നത്. സെർജി ബാട്ട്മാൻ എന്ന് പറഞ്ഞ ഈ പാവം സ്ത്രീയെ പ്രദർശന വസ്തുവായിട്ട് യൂറോപ്പ് മുഴുവൻ കൊണ്ടു നടന്ന് കാണിച്ചിരുന്നു. അവർ മരിച്ച് ഫ്രാൻസിൽ അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞൊരു 10 വർഷം മുമ്പാണ് നെൽസൺ മണ്ടേല മുൻകൈ എടുത്ത് ആ അവശിഷ്ടങ്ങളെല്ലാം
സൗത്ത് ആഫ്രിക്കയിലേക്ക് തിരിച്ചു കൊണ്ടുപോയത്. ഈ അടിമത്ത വ്യവസ്ഥയും ഒക്കെ അതിനെല്ലാം പിന്നിൽ മനുഷ്യർ തമ്മിലുള്ള വ്യത്യസ്തതകളായിരുന്നു. എന്തിനു പറയുന്നു, ഹിറ്റ്ലറുടെ ആര്യവംശ സിദ്ധാന്തത്തിന് പോലും വംശീയമായി മനുഷ്യർ തമ്മിൽ വ്യത്യാസമുണ്ടെന്നുള്ള ഈ കാഴ്ചപ്പാടാണ് ഈ ഏറ്റവും 1960-കളിൽ പോലും അമേരിക്കയിലെ തെക്കൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്ത വെയിറ്റിംഗ് റൂമുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പിന്നിൽ ഇന്നുമുള്ള ചില സയൻസിൻ്റെ, ഞാൻ പറയുന്നത് വളരെ വികലമായ സയൻസിൻ്റെ ഒരു പ്രതീതിയായിട്ട് IQ ടെസ്റ്റുകൾ വെച്ച് വലിയ വ്യത്യാസങ്ങൾ മനുഷ്യർ തമ്മിലുണ്ടെന്നുള്ള വാദം. ബെൽ കർവ് എന്ന് പറഞ്ഞ 1970-കളിൽ വന്ന പുസ്തകം വളരെ വലിയ ഇൻഫ്ലുവൻസാണ് അത് ഉണ്ടാക്കിയത്. അത് പറഞ്ഞിരുന്നത് കറുത്ത വംശജരും വെള്ളക്കാരും തമ്മിൽ അമേരിക്കയിൽ ബുദ്ധിശക്തിയിൽ വ്യത്യാസമുണ്ട്, IQ ടെസ്റ്റ് വെച്ച് മെഷർ ചെയ്യും. അതുകൊണ്ട് ഇവരെ പഠിപ്പിച്ചാൽ ഗുണമൊന്നുമില്ല, അതുകൊണ്ട് എനി കൈൻഡ് ഓഫ് റിഫോമിസ്റ്റ് മെഷേഴ്സ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അത് പഠിപ്പിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. അത് നമ്മുടെ നാട്ടിലും ഇതേ വാദങ്ങൾ ഉള്ളതായിട്ട് നമുക്കെല്ലാം അറിയാം. അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളുടെ ശരാശരി IQ നോക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം പറ്റി അടുത്ത് നടത്താൻ പഠനത്തിൽ ഏഷ്യക്കാർക്കാണ് ഏറ്റവും കൂടുതൽ. അതവർക്ക് വലിയ പ്രശ്നമായി പോയി. കാരണം ചൈനക്കാരും ഇന്ത്യക്കാരും ഇരുത്തി കുട്ടികളെ പഠിപ്പിക്കുന്ന കാരണം ഇതെല്ലാം അവർ നന്നായി സ്കോർ ചെയ്യുന്നതുകൊണ്ടാണ്. ഒരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യം നോക്കിയാൽ ചെടികളുടെ ഉയരം നോക്കിയാൽ ജനിതകമാണ് ചെടീൻ്റെ ഹൈറ്റ്, എത്ര ഹൈറ്റ് വരാമെന്നുള്ളത്. എന്നാൽ താഴെയുള്ള ലെഫ്റ്റ് സൈഡിലുള്ളത് പോഷകമൂല്യങ്ങൾ ആവശ്യത്തിനുള്ള ചെടി ഒരുപാട് വളരുന്നു. പോഷകമൂല്യം കുറവാണെങ്കിൽ അതേ ജനറ്റിക് മേക്കപ്പ് ആണെങ്കിലും ആ ഗ്രൂപ്പ് അങ്ങനെ കുറവായിരിക്കും. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാനിൽ 7 ഇഞ്ചോളം ഹൈറ്റ് കൂടി, 6-7 ഇഞ്ച് കൂടി. മലയാളികളുടെ ഹൈറ്റ് കഴിഞ്ഞ 2 ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ അധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ DNA പറയുന്ന ഈ ചരിത്രം ഞാനിത് വിശദീകരിക്കാൻ എനിക്ക് തൽക്കാലം സമയമില്ല. മൈറ്റോകോൺഡ്രിയൽ ജീൻസ് വെച്ച് നടത്തിയ പഠനപ്രകാരം ആകസ്മികമായിട്ടുള്ള മ്യൂട്ടേഷൻ റേറ്റ് നോക്കിയാൽ നമുക്ക് മോളിക്കുലർ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ എത്ര മ്യൂട്ടേഷൻ, എത്ര ആൾക്കാർ തമ്മിൽ ഉള്ള വ്യത്യസ്തതകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ കോമൺ ആൻസെസ്റ്റർ എപ്പോഴായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഏതാണ്ട് പ്രവചിക്കാൻ പറ്റും. അങ്ങനെ പ്രവചിച്ച് നോക്കുമ്പോൾ മൈറ്റോകോൺഡ്രിയൽ എല്ലാവരുടെയും മാതാവായിട്ടുള്ള ഒരു സ്ത്രീ മൈറ്റോകോൺഡ്രിയൽ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 1,60,000 വർഷം മുമ്പ് ജീവിച്ചിരുന്നു. 1,60,000, 1,50,000 എന്ന് പറഞ്ഞാൽ ഇവല്യൂഷൻ്റെ ഇതിനകത്ത് ഒരു സ്പെക്ക് ഓഫ് മൂവ്മെൻറ്റ് മാത്രമാണ്. ആ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ തമ്മിലുള്ള വ്യത്യസ്തതകൾ വളരെ കൂടുതൽ ഉണ്ടാവാനുള്ള സമയമുണ്ടായിട്ടില്ല. അപ്പോൾ മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണെന്ന് വളരെ ക്ലിയറാണ്. 7,500 തലമുറ മാത്രമേ നമുക്കായിട്ടുള്ളൂ. ആ 7,500 തലമുറ കൊണ്ട് മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ബഹുഭൂരിഭാഗം ജനറ്റിക് അല്ല, സാംസ്കാരികമാണ് എന്നുള്ള ആ ഒരു മെസ്സേജ്, സിവിൽ റൈറ്റിൻ്റെ പഠനങ്ങൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ആ ഒരു മെസ്സേജോടുകൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഇൻറ്ററാക്റ്റീവ് സെഷനാണ്. ചോദ്യങ്ങൾ ഉള്ളവർക്ക് കൈ ഉയർത്താം. എൻ്റെ പേര് അരുൺ എന്നാണ്. താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു മനുഷ്യൻ്റെ സ്കൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എവല്യൂഷൻ ഫോൾസിഫൈബിൾ ആണെന്ന് തെളിയിക്കാണ്. അതിന് ആധാരമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇവല്യൂഷൻ ജീവൻ ഉത്ഭവിച്ച സമയത്ത് ഒരു ഏകകോശ ജീവിയിൽ നിന്നും ഉത്ഭവിക്കപ്പെടുകയും അതിനുശേഷം പടിപടിയായി ഒരു ഇവല്യൂഷണറി ചെയിൻ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നതാണ്. അതിന് പകരം ഭൂമിയുടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരേ സമയം തന്നെ ഒന്നിലധികം ഏകകോശ ജീവികൾ രൂപപ്പെടുകയും ഡിഫറൻ്റ് ആയിട്ടുള്ള ഇവല്യൂഷണറി ചെയിൻസ് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫോൾസിബിൾ ആയിട്ടുള്ള ഇത് പറയുന്നത് അത് ഫോൾസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റായി ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് സാധ്യമാണോ എന്നുള്ളതാണ്. നമ്മൾ വ്യത്യസ്തമായി പല സ്ഥലത്ത് ഏകകോശ ജീവി ഉണ്ടായി പരിണാമം നടക്കുന്നു എന്നും അല്ല, ഒരു ലൂക്കയിൽ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടായെന്ന് നമ്മൾ പറയാനുള്ള കാരണം ഈ സിമിലാരിറ്റിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ ബയോകെമിസ്ട്രിയിൽ, നമ്മുടെ മോളിക്യൂൾസിൽ, നമ്മുടെ DNA ഇതെല്ലാം ഇത്രയും സിമിലർ ഒരിക്കലും ആവാനുള്ള പ്രോബബിലിറ്റി വ്യത്യസ്തമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല. അതാണ്.
ആ പ്രോബബിലിറ്റി ഞാൻ പറഞ്ഞില്ലേ, അത് നില്ലാണ്. സാർ, ഈ വൈറസുകൾ ഈ എവല്യൂഷണറി ടൈം ലൈനിൽ എവിടെയാണ് ഇരിക്കുന്നത്? വൈറസുകളെ നമ്മൾ ജീവികളായിട്ട് കണക്കാക്കുന്നില്ല. വൈറസുകൾ ജീവികളല്ല. വൈറസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജീവികളിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പുറത്തു പോയ സെഗ്മെന്റ്സ് ഓഫ് DNA RNA. അതായത് പീറ്റർ മെഡാവർ പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഫേമസ് കോട്ടുണ്ട്, വൈറസ് ഇസ് ജസ്റ്റ് എ പീസ് ഓഫ് ബാഡ് ന്യൂസ് റാപ്ഡ് ഇൻ എ പ്രോട്ടീൻ. ഒരു ന്യൂക്ലിക് ആസിഡ് പ്രോട്ടീൻ ആവരണം ചെയ്ത്, വൈറസുകൾക്ക് സ്വതന്ത്രമായ എക്സിസ്റ്റൻസ് ഇല്ല. ഒരു കോശത്തിൻ്റെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനും അതിന് വേണ്ട ഒരു പ്രോട്ടീൻ ആവരണം ഉണ്ടാക്കാനും മാത്രം കഴിയും. അത് പുറത്തു പോകും. പുറത്തു പോയി കഴിഞ്ഞാൽ അതിനെ സ്വന്തമായിട്ട് ഡിവൈഡ് ചെയ്യാനോ മെറ്റബോളിസമോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ജീവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ലക്ഷണം റീപ്രൊഡക്ഷനും മെറ്റബോളിസമാണ്. ഇത് രണ്ടും വൈറസിനില്ല. വേറെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഇപ്പോൾ ഹൈഡ്രോ തെർമൽ വെന്റുകളിൽ എനർജിയിലാടനായിട്ടുള്ള സംഗതികളിൽ ഇപ്പോഴും അത് ജീവനിൻ്റെ ഉത്ഭവങ്ങൾ നടക്കുന്നുണ്ടോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത്, ഈ സ്പേമിൻ്റെ ഓവൊക്കെ ഏകകോശ ജീവികൾ പോലെയാണല്ലോ. അപ്പോൾ ആ സ്പേമിൻ്റെയും ഓവത്തിൻ്റെയും ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു എവല്യൂഷണറി പ്രോസസ്സിലുള്ള എന്തെങ്കിലും പഠനങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം. ആദ്യത്തെ ചോദ്യം വളരെ എളുപ്പമാണ്, രണ്ടാമത്തേത് വളരെ ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ ഇതെന്താന്ന് പറഞ്ഞാൽ, ഇന്ന് അതിനുള്ള സാഹചര്യമില്ല. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ അതിനെ തിന്നാനും ഒക്കെ ആയിട്ട് ഒരുപാട് വരും. അപ്പോൾ അതിന് വളർന്ന് ഇതാവാനുള്ള സംഗതിയില്ല. രണ്ടാമത്, ഓക്സിജൻ വളരെ കൂടുതലുണ്ട്. ഓക്സിജൻ കൂടുതലുള്ള അറ്റ്മോസ്ഫിയറിൽ ജീവികൾക്ക് സ്വന്തമായിട്ടുണ്ടാവാനുള്ള സാധ്യത അന്നത്തെ രീതിയിലുള്ള, അന്ന് ഓക്സിജൻ ഇല്ലാത്ത ഒരു കാലഘട്ടമാണെന്ന് ഓർക്കണം. ഓക്സിജൻ പിന്നെ വന്നാണ്. സൈനോ ബാക്ടീരിയകൾ ഉണ്ടായി, അതിന് ശേഷമാണ് ഓക്സിജൻ തന്നെ ഉണ്ടാവുന്നത്. ഈ 2 കാരണങ്ങൾ കൊണ്ട് അതിനുള്ള സാധ്യത ഇല്ല. രണ്ടാമത്തെ കാര്യം, അത് ഇവല്യൂഷൻ ഓഫ് സെക്സ് എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. യൂക്കാരിയോട്ടുകൾ ഉണ്ടായപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഇൻവെൻഷൻ എന്ന് പറയുന്നത് സെക്സാണ്. കാരണം ഞാൻ സ്പേമിൻ്റെ എവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ എവല്യൂഷണറി പ്രോസസ്സിൽ ഏകകോശ ജീവികൾ സാർവജന എനർജി ലാഡൻ പാർട്ടികളൊക്കെ ഉണ്ടായി, ഗ്രേഡിയൻ്റൊക്കെ ഉണ്ടായി, പിന്നെ അത് ആർക്കിയോ ബാക്ടീരിയൊക്കെ ആയി മാറിയല്ലോ. അതുപോലെ ഈ സ്പേം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടല്ലോ, ആ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എവല്യൂഷണറി സ്റ്റഡി നടത്തിയിട്ടുണ്ടോ ചോദിക്കുന്നത്. അല്ല, സ്പേമിൻ്റെ എവല്യൂഷൻ അല്ല, എവല്യൂഷൻ എന്ന പ്രോസസ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓണ്ടോജനി റിപ്പീറ്റ് വൈലോജനി എന്നൊക്കെ പറയുന്ന പോലെ നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായില്ല. സ്പേം ഒരു ഏകകോശ ജീവിയാണല്ലോ. ഏകകോശ ജീവിയാണെന്ന് പറയാം. ഒരു ഏകകോശ ഒരു കോശമാണ്, ഒരു എൻഡൈറ്റിയാണ്. അപ്പോൾ ആ ഏകകോശം ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, സ്പേം ഡെവലപ്മെന്റ് പ്രോസസ്സ് ഉണ്ടല്ലോ. ആ പ്രോസസ്സ് എവല്യൂഷണറി പ്രോസസ്സുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഈ എവല്യൂഷന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ഒരു സംഗതിയാണ് മിയോട്ടിക് സെൽ ഡിവിഷൻ. മിയോട്ടിക് സെൽ ഡിവിഷൻ ആണ് ശരിക്കും വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ സെക്സിൻ്റെ ഇൻവെൻഷനും മിയോട്ടിക് സെൽ ഡിവിഷൻ്റെ ഇതും ഒന്നാണ്. അതായത് 2 ജീവികളുടെ കോശങ്ങൾ ഒന്നിച്ച് ചേരാൻ വേണ്ടി റെഡ്യൂസ് ചെയ്ത് പകുതി ആയിക്കഴിഞ്ഞാലേ അത് വീണ്ടും ചേരുമ്പോൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മിയോട്ടിക് സെൽ ഡിവിഷൻ്റെ ഒരു ഇൻവെൻഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. സാർ, അവസാനം പറഞ്ഞ ഒരു വിഷയത്തെ പറ്റിയാണ്, ഈ മനുഷ്യന്മാർ തമ്മിലുള്ള വൈവിധ്യത്തിൽ ജീനോമിനേക്കാൾ അതെത്രത്തോളം പ്രാധാന്യം എപ്പിജനറ്റിക് ചെയിൻസിന് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ജീനോ. അപ്പോൾ പല രോഗങ്ങളെയും ഈ പേഴ്സണലൈസ്ഡ് മെഡിസിൻ്റെ രംഗത്തേക്ക് വരുമ്പോൾ, ഈവൻ റൊമാറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ജനറ്റിക് ആയിട്ടുള്ള ജീനോമിനെ പറ്റിയുള്ള പഠനത്തിനേക്കാൾ പ്രാധാന്യം എപ്പിജനറ്റിക് ചെയിൻസ് ഉണ്ട്. കേവലം ഒരു 15% മാത്രമേ ജീനോം മെഡിസിൻ നമുക്കത് പറയാൻ പറ്റുള്ളൂ. എപ്പിജനറ്റിക് ആണ് 85% അതിന് ഒരു ഇൻഫ്ലുവൻസ് കിട്ടുന്നതെന്ന് പഠനങ്ങൾ കാണും. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മളിപ്പം പത്രമീഡിയയിൽ ഉണ്ടാകുന്ന ജീനോമിനെ കുറിച്ചുള്ള വലിയൊരു ഹൈപ്പ് താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ഈ 15-85 എന്നൊന്നും എനിക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പിജനറ്റിക്സ് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പിജനറ്റിക് ചേഞ്ചസ്
വളരെ വളരെ പ്രാധാന്യപ്പെട്ടതാണ്, അത് പഠിക്കേണ്ടതാണ് എന്നുള്ളതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷെ അതേസമയം എപ്പിജനറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് തലമുറകളിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ജിനോമിൻ്റെ പ്രാധാന്യം വരുന്നത്. ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിർണയിച്ചുകൊണ്ട് ജനറ്റിക് ഡിസീസസും ഇതുമൊക്കെ വരുന്ന മാതിരി എപ്പിജനറ്റിക് കൈമാറ്റം ഒരു തലമുറയിലൊക്കെ വരാമെന്നും പറയുന്ന തിയറീസ് ഉണ്ട് കേട്ടോ. പക്ഷേ ജനറലി എപ്പിജനറ്റിക് ചേഞ്ചസ് ഒരു സ്പേമും എഗ്ഗും ഉണ്ടാവുന്ന സമയത്ത് ഈ കാർ വാഷിലെല്ലാം പോയി വാഷ് ചെയ്ത് കളയുന്ന മാതിരി എല്ലാ എപ്പിജനറ്റിക് ചേഞ്ചും വാഷ് ചെയ്ത് കളയും, എന്നിട്ടാണ് പുതിയ ജീവി തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ആ വ്യത്യാസമില്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ ഒരു കാര്യം വളരെ ശരിയാണ്, എപ്പിജനറ്റിക് ചേഞ്ചസ് പഠിക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ഈ നേച്ചർ ഡിബേറ്റ് ഉണ്ടല്ലോ, എല്ലാം ജീൻസ് ആണോ അതോ നമ്മുടെ എൻവയൺമെന്റിന് എന്താ പങ്കെന്നുള്ള ആ ഡിബേറ്റിൽ എപ്പിജനറ്റിക് ചേഞ്ചസ് വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം എല്ലാം ജീനുകൾ കൊണ്ടല്ല. ജീനുകൾ പല കാര്യങ്ങളിലും റിസ്ട്രെയിൻഡ് നൽകുന്നുണ്ടെങ്കിലും ആ റിസ്ട്രെയിൻറ്റിൻ്റെ പുറത്ത് കുറേ സഞ്ചരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിസീസസിലൊക്കെ ഇപ്പോൾ ഒരുപാട് പഠനം നടക്കുന്നുണ്ടല്ലോ. ലൂസി എന്ന് പറഞ്ഞതിന്റെ പൂർണ്ണരൂപം ഒന്നുകൂടെ പറയണം. പിന്നെ മൈറ്റോകോൺട്രിയ കേട്ടില്ല ലൂസി ആ പൂർണ്ണരൂപം ഒന്നുകൂടെ പറയണം. മൈറ്റോകോൺട്രിയ സ്വതന്ത്രമായി ജീവിക്കുന്നതല്ലേ ക്യാൻസറിന് കാരണമായി തീരുന്നതെന്നുള്ളൊരു സംശയം ഉണ്ട്, അതുകൂടെ ഒന്ന്. ലൂസിയുടെ പേര് ഓസ്ട്രലോപിത്തക്കസ് അഫാറൻസിസ് എന്നാണ്. അഫാർ എന്ന് പറഞ്ഞ എത്യോപ്യയിലുള്ള ഒരു പ്രദേശമാണ് അഫാർ എന്ന് പറഞ്ഞ പ്രദേശത്ത് കണ്ടുപിടിച്ചുകൊണ്ടാണ് അഫാറൻസിസ് എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയ കൊണ്ട് ക്യാൻസർ ഉണ്ടാവുന്ന സ്വതന്ത്രമാവുന്നത് കൊണ്ടല്ല ക്യാൻസർ, അങ്ങനെ ഒരു തിയറി ഞാൻ കേട്ടിട്ടില്ല. നന്ദി കെ പി അരവിന്ദൻ സർ.